ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ താമരപ്പൂവിൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പോലെ സാരിയുടെ പല്ലുവിലും താഴെ പോർഷനിലും ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു ഡ്രോയിങ് ഷീറ്റാണ് എടുത്തത്. പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന, പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഡ്രോയിങ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിന് കുറച്ചൊരു കട്ടിയുണ്ട്, നമ്മുടെ സാധാ പേപ്പറിനേക്കാളും കുറച്ചൊരു കട്ടിയുണ്ട്. പേപ്പർ ഞാൻ ഇതുപോലെ ചരിച്ച് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ കുറച്ചധികം പൂക്കൾ നമുക്കിതിൽ വരച്ചെടുക്കാൻ പറ്റും. ഐഡിയ അനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ സ്റ്റെമ്മും അതുപോലെ താമര നമുക്ക് വരയ്ക്കാൻ അറിയാമല്ലോ, ഒരു മുട്ട് പോലെ വരച്ചിട്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ടോ മൂന്നോ പെറ്റൽസും ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. ആ ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് മൊട്ടാണ്. പൂമൊട്ടില്ലേ, താമരയുടെ മൊട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹൈറ്റിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ പൂമൊട്ട് വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. ഇതുപോലൊന്ന് ഒരു ഇത് മാത്രമായി വരച്ചു കൊടുത്താൽ മാത്രം മതി. അടുത്തതായിട്ട് ലീഫാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇല നല്ല വൃത്തത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ മ്യൂറൽ പെയിൻറ് ചെയ്യുമ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് വരത്തില്ല, അല്ലാതെ അതിൽ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഒറിജിനൽ ലീഫ് വരുന്നത് നല്ല വൃത്താകൃതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇതുപോലെ മുകളിൽ ഇതുപോലെ കർവ് പോലെ വരച്ചിട്ട് അതിൽ ചെറിയൊരു ഡിസൈൻ ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകൾ ഭാഗത്ത് ഡാർക്ക് ഗ്രീനും കളർ ചെയ്യുമ്പോൾ താഴെ ഭാഗത്തായിട്ട് ലൈറ്റ് ഗ്രീനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പം കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ നമ്മുടെ പൂ കൊഴിഞ്ഞു പോയിട്ട് എൻ്റെ വിത്ത് വരത്തില്ലേ, ആ ഒരു ഭാഗമാണ് വരയ്ക്കാൻ പോകുന്നത്. മുട്ട് പോലെ ഇരിക്കും, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് അതുപോലെ റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് അവിടെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് മുട്ടും പൂക്കളും ഒക്കെ വീണ്ടും വരച്ചു കൊടുക്കുകയാണ്. ഓരോ പൂവും വരയ്ക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഉയരത്തിലുള്ളതും കുറച്ച് താഴെയുള്ളതുമായിട്ട് അങ്ങനെ വരയ്ക്കുന്നതായിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ദിശയിലോട്ട് മാത്രം ചരിഞ്ഞ് നിൽക്കുന്നതാകുമ്പം അതിനൊരു ഭംഗി കാണത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതും അതിൻ്റെ തണ്ട് വളഞ്ഞ് ആ തണ്ടിൻ്റെ ഒരു വളവും എതിർദിശയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരത്തക്ക രീതിയിൽ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഷേപ്പിലുള്ള പൂക്കളും അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഇലകളും ഒക്കെ കൊണ്ട് നിറച്ച് ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് കിടന്ന സ്ഥലത്ത് ഞാനൊരു വലിയൊരു ലീഫ് കൂടി വരച്ചു കൊടുത്തു. കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഇല കൂടി വരച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് വരുന്നത്? ഇത്രയും പൂക്കളും ഇത്രയും ലീവ്സും ഇതിൻ്റെ മൊട്ടും അതിൻ്റെ ആ പൂ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു ഇതാണ് ഫസ്റ്റ് ഉള്ളത്. അടുത്തതായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ ഇതുപോലെ നേരെ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി പൊക്കമുള്ള ടൈപ്പ് പൂക്കളും മൊട്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് വരയ്ക്കുന്നത്. മറ്റത് നമ്മൾ ചരിച്ച് വെച്ച് വരച്ചപ്പോഴത്തേക്കും കുറച്ച് ഉയരം കുറഞ്ഞതാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഉയരമുള്ള പൂക്കളും ഇലകളും മൊട്ടും ഒക്കെ തന്നെ എല്ലാം സെയിം ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. മറ്റതുപോലെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും മാറിയൊക്കെ നിൽക്കുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. അങ്ങനെ രണ്ടെണ്ണവും വരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ ചരിച്ച് വെച്ചും ഒന്ന് നേരെ വെച്ചുമാണ് വരച്ചിട്ടുള്ളത്. ഹൈറ്റ് അനുസരിച്ചിട്ട് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ളതും ചെയ്യാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് നേരെ സാരിയിലോട്ട് പകർത്താൻ പോവുകയാണ്. ഇവിടെയാണ് എനിക്ക് ചില പാളിച്ചകളൊക്കെ പറ്റിയത്. എൻ്റെ കുറച്ചധികം മണ്ടത്തരങ്ങളാണ് നിങ്ങളിനി ഇവിടെ കാണാൻ പോകുന്നത് കേട്ടോ.
ഇത് TV വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു തരം പേപ്പറാണ്. അപ്പം ഞാൻ ഈ പേപ്പർ സാരിയുടെ അടിയിൽ വെച്ചത് എന്തിനാന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും അത് താഴെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ റിങ്ങിലൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ അധികം റിങ്ങിൽ ചെയ്യാറില്ല. ചെറിയ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലേ റിങ് ചെയ്യും. ഇത് വലുതായതുകൊണ്ട് അടിയിൽ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കാർബൺ പേപ്പർ ഉണ്ടല്ലോ, യെല്ലോ കാർബൺ പേപ്പർ, 4 കാർബൺ പേപ്പർ ചേർത്ത് വെച്ച് ഒട്ടിച്ചാണ് ഇത് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വലുതല്ലേ. അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തതല്ല, നേരത്തെ ഒരു മ്യൂറൽ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഓൾറെഡി അതിൽ വരയും കുറിയൊക്കെ വന്ന് കുറച്ചൊക്കെ യെല്ലോ ഇത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വലിയ കാര്യത്തിന് അതെടുത്ത് വെച്ചിട്ട് ഇതും എടുത്ത് മുകളിൽ വെച്ചിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പം കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പെൻസിൽ വെച്ചിട്ട് കുത്തി വരച്ചാണ് ചെയ്തത്. നന്നായിട്ട് പ്രസ് ചെയ്ത് വരച്ചാൽ മാത്രമേ അത് അടിയിൽ പടരത്തുള്ള യെല്ലോ കളർ. ഞാൻ പൊക്കി നോക്കുന്നുണ്ട്, പക്ഷേ പതിയത്തില്ല, കാരണം നേരത്തെ ഉപയോഗിച്ചതുകൊണ്ടാണ്. പിന്നെ ഇതുപോലൊരു പുതിയൊരു പേന എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിബ്ബൊക്കെ കണ്ടോ, നല്ല സൂക്ഷ്മമായിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് വെച്ചിട്ട് ബോൾ പോലെ ഇരിക്കുന്നതായതുകൊണ്ട് അത് ഒടിഞ്ഞു പോകില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഒറ്റ വരയിൽ തന്നെ അത് പോയി, കണ്ടോ, ഞാനെടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇതുപോലെ പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പേനയുടെ നിബ്ബ് വെച്ചിട്ട് തന്നെ ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്തു. രണ്ടാമത് വരച്ചപ്പോഴത്തേക്ക് എന്തായാലും അത് കീറുമായിരിക്കുമല്ലോ. ആദ്യം പെൻസിൽ വെച്ചിട്ട് വരച്ചു, പിന്നെ രണ്ടാമത് വരച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത് കീറി. അങ്ങനെ ഞാൻ കീറിയെങ്കിൽ കീറട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വരച്ചു. നന്നായിട്ട് പ്രസ് ചെയ്തതിനാണ് വരച്ചു കൊടുത്തത്. എന്നിട്ട് ഇടയ്ക്ക് പൊക്കി നോക്കുന്നുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് എന്തെങ്കിലും ഒരു നിഴലെങ്കിലും വന്നോ എന്നുള്ളത്. പക്ഷേ വന്നിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നാമത് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് പേടിച്ചാണ് ഇത് കീറിപ്പോവോ എന്ന് പേടിച്ചാണ് വരയ്ക്കുന്നതും. പിന്നെ ഞാൻ ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ഒന്ന് കുത്തി വരച്ചപ്പോൾ കുറച്ച് ലൈൻ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ബാക്കി കൂടി അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അതെല്ലാം എടുത്ത് മാറ്റിയ ശേഷം ഞാൻ ഈ തെളിഞ്ഞിട്ടില്ലാത്ത ഭാഗത്ത് പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബാക്കി പൂക്കൾ വരയ്ക്കാനായിട്ട് ഞാൻ വേറൊരു കാർബൺ പേപ്പർ എടുത്തായിരുന്നേ. പക്ഷെ അവിടെയും പാളിച്ചകളായിരുന്നു സംഭവിച്ചത്. അതും ഇതുപോലെ കുത്തി വരച്ചിട്ടൊന്നും തെളിഞ്ഞില്ല. പിന്നെ ഒരുവിധം ഞാൻ കുത്തി ഡോട്ട് പരുവത്തിനൊക്കെ ആക്കിയെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ചെയ്തതുപോലെ പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതും കൂടെ ആയപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. അതാണ് ആ മുഷ്ടിയൊക്കെ ചുരുട്ടിയത് കേട്ടോ. പിന്നെ ഞാൻ അവസാനത്തെ പരീക്ഷണം എന്നവണ്ണം ഞാനൊരു ട്രേസിങ് ഷീറ്റ് എടുത്തേ. ഇതുപോലെ ഒരു ട്രേസിങ് ഷീറ്റ് എടുത്തിട്ട് ഞാൻ നോർമലി മറ്റേ ഇതിൽ വരച്ച ആ പേപ്പറിൽ വരച്ചത് ഞാൻ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ട്രേസ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഞാൻ അവസാനത്തെ പരീക്ഷണം പോലെ എന്ത് ചെയ്തു, കാർബൺ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു. പക്ഷെ നന്നായിട്ടൊന്നും തെളിഞ്ഞില്ല. ആ ട്രേസിങ് ഷീറ്റ് വരെ കീറിപ്പോയി. നിങ്ങൾ തെളിഞ്ഞ് കാണുന്നുണ്ടായിരിക്കും. അത് ഞാൻ ഇതുപോലെ കുത്തി ഡോട്ടിട്ട് കൊടുത്തപ്പോഴത്തേക്കും ഇതുപോലെ ആ ഒരു മഞ്ഞ യെല്ലോ കളറുണ്ടല്ലോ, മഞ്ഞ യെല്ലോ കളറോ ആ യെല്ലോ കളർ അതിൽ പതിയാണ് ചെയ്തത്. അപ്പോൾ പതിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല. പിന്നെ ഞാനത് പെൻസിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പോർഷനിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ്. പിന്നെ ഞാൻ അവസാനം തോന്നി ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരച്ചാൽ പോരായിരുന്നു, ഇത്രയും മെനക്കെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, സമയവും പോയി. പിന്നെ കുഴപ്പമില്ല, ആദ്യത്തെ പരീക്ഷണമല്ലേ, അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കളറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫുഡൊക്കെ കൊടുക്കുന്ന പേപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊരു കോട്ടിങ് പോലെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പം അതാണ് എടുത്തത്. അതെടുത്തിട്ട് റെഡും യെല്ലോ എപ്പോഴും കയറി വരുന്നത്, റെഡും വൈറ്റും കളറാണ് എടുത്തത്. ഫാബ്രിക് പെയിൻ്റാണ് എടുത്തത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പിങ്ക് കളർ കിട്ടും. പിങ്ക് കളർ പെയിൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെ എടുക്കാം. എൻ്റെ കയ്യിൽ പിങ്ക് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് വരുത്തി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാനത് ആദ്യം ഒന്ന് അടിച്ച് നോക്കുന്നുണ്ട് കളർ കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ കുഴപ്പമില്ല. കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് കളർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വൈറ്റ് കളർ കുറച്ചുകൂടി കൂട്ടിയെടുത്ത് അടിച്ചു കൊടുക്കുന്നുണ്ടേ. ആദ്യം ഒരു ബോർഡർ പോലെ റെഡ് കളർ പെയിൻറ് വെച്ചിട്ടൊന്ന് ബോർഡർ വരച്ചു കൊടുക്കണം. അതിനുശേഷം അതിനകത്ത് ഈ പിങ്ക് കളർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടെ നല്ലത്.
അക്ഷരപ്പിശകാണ്, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. പിന്നെ ലാസ്റ്റ് ആ ഒരു റെഡും ആ പിങ്കും കൂടെ ഒന്ന് എന്താണ് ചേരാൻ വേണ്ടിയിട്ട് അവിടെ ചെറുതായിട്ട് റെഡിൽ പെയിൻറ്റ് മുക്കി കുറച്ചൊന്ന് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഷെയ്ഡ് വരുത്തി കൊടുക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ ലീഫിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകൾ ഭാഗത്ത് ഡാർക്ക് ഗ്രീനും താഴെ ഭാഗത്തായിട്ടൊരു ലൈറ്റ് ഗ്രീനുമാണ് കൊടുക്കുന്നത്. പിന്നെ സ്റ്റെമ്മിന് ഡാർക്ക് ഗ്രീൻ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലെ പെയിൻറ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പല്ലു ഭാഗത്ത് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ ഭാഗത്തും ആ ഒരു പ്ലീറ്റ്സ് വരുന്നതിൻ്റെ സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് അപ്പുറത്തെ സൈഡിലോട്ടായിപ്പോയി, ബട്ട് കുഴപ്പമില്ല എന്നാലും. അപ്പം നമ്മുടെ സ്കൂളിലെ ഓണം പ്രോഗ്രാമിന് ഞാൻ ഇതാണ് എടുത്തുകൊണ്ട് പോയത്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് കവർ ചെയ്ത് ഫുള്ളൊന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു പറഞ്ഞു. സാരിയൊക്കെ എടുത്തിട്ടൊന്ന് ഷോയൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ ഇനി എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, എൻ്റെ കുഞ്ഞു പൊന്നനും കൂടെ അവൻ്റെ കുർത്തയിൽ ഞാൻ ഇതുപോലെ താമരപ്പൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാബ്രിക്കിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രശ്നം കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡായിപ്പോയി. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വരയും കുറിയൊക്കെ. അപ്പം സാരിയിൽ താമര വിരിഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.